ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞു, സ്കൂൾ റീ ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ആൻസർ ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. എല്ലാവരും ജസ്റ്റ് എന്ത് ചെയ്യുക, ബയോളജീൻ്റെ മാർക്ക് മാത്രം ജസ്റ്റ് ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ചില ആളുകൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് പ്രതീക്ഷിച്ച അത്ര മാർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ചില ആൾക്കാർക്ക് തീരെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി അത് പോട്ടെ, പോയ ബസ്സിന് കൈയാട്ടിയിട്ട് കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എക്സാം ഉഷാറാക്കിയിട്ട് പഠിക്കാം, സൂപ്പറായിട്ട് പഠിക്കാം. അപ്പോൾ അതിന് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് മേ ബി ഒരു ഹെൽപ്പിംഗ് ഹാൻഡൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനിപ്പോൾ ഏറ്റവും ബെസ്റ്റുള്ള ഒരു സൊല്യൂഷനാണ് സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചുകൾ. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഓഫർ ഉണ്ട്. ഓണത്തിൻ്റെ ഓഫറാണ്. അത് ഒരാഴ്ചത്തോടു കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് എന്ത് ചെയ്യുക, മാക്സിമം സൈലത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ അതിപ്രധാനപ്പെട്ട കാര്യം, ഇതാണ് ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചു. ആ കുട്ടിക്ക് മാർക്ക് തീരെ കുറവായിരുന്നു എക്സാമിന്. അപ്പോൾ ആൻസർ ഷീറ്റ് കിട്ടി, ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ, അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലോണം ചീത്ത പറയുന്നുണ്ട്, അങ്ങനെ പ്രശ്നമാണ്, പേരൻസൊക്കെ സീനാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി കുറേ സങ്കടം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പേരൻസ് ഒരിക്കലും നിങ്ങളെ വെറുതെ അനാവശ്യമായിട്ടൊരു കാര്യത്തിന് വെറുതെ ചീത്ത പറയുന്നില്ല. അവർ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, അങ്ങനെ പറയുക. അല്ലാണ്ട് വെറുതെ എന്താണ് ചുമ്മാ നിങ്ങൾക്ക് മാർക്ക് കൂടിയിട്ട് ആരെങ്കിലും ചീത്ത അറിയോ? ഇല്ലല്ലോ. മാർക്ക് ജസ്റ്റ് കുറഞ്ഞു, അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പേരൻസ് അല്ലേ, നമ്മളെ പേരൻസ് അല്ല, വേറെ ആരും പേരൻസ് ഇല്ലല്ലോ. അവർക്ക് നമ്മളോട് ജസ്റ്റ് ഒന്ന് ചീത്ത പറഞ്ഞു നിർത്തിയിട്ട് വലിയ പ്രശ്നമായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. അപ്പോൾ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന്, നമ്മൾക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും പൈസ ഒക്കെ ചോദിക്കുമ്പോൾ പൈസ തന്ന്, നമ്മളെ സ്കൂളിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞു വെച്ച്, നമുക്ക് ഫുഡും അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇനി സ്കൂളിൽ ടൂർ വരാനുണ്ട്, അതേപോലെ തന്നെ വേറെ കുറേ ആർട്സ് പ്രോഗ്രാമുകൾ വരാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു പൈസ ഒക്കെ ആവശ്യം ഉണ്ടാവും. അതൊക്കെ ആരെ തരിക, ഈ പേരൻസാണ് തരിക. ഇപ്പോൾ ലാസ്റ്റ് ഓണപ്പരിപാടി കഴിഞ്ഞു, ഓണം പ്രോഗ്രാമിന് സ്കൂളിൽ മേ ബി പൈസ ചോദിച്ചിട്ടുണ്ടാവാം. അതൊക്കെ നിങ്ങൾക്ക് ആരാ തന്നത്, പേരൻസാണ് തന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും കറക്റ്റായിട്ട് നിറവേറ്റി തരുന്ന നിങ്ങളുടെ പേരൻസിന് നിങ്ങൾക്കൊരു മാർക്ക് കുറഞ്ഞപ്പോൾ ജസ്റ്റ് നിങ്ങളത് ചീത്ത പറയാനുള്ള റേറ്റ് പോലും ഇല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞിരുന്നത്? ജസ്റ്റ് അവരിപ്പോൾ ഒരു ചീത്ത പറഞ്ഞു നിർത്തിയിട്ട് അത് വലിയൊരു പ്രശ്നമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. അവർ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അതായത് നിങ്ങളത് പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനെ ഉൾക്കൊള്ളുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിങ്ങനെ പറയാം, തിരിച്ച് പറയാം. അതായത് ഞാൻ അടുത്ത എക്സാമിന് ഉഷാറാക്കും, എനിക്ക് കുറച്ച് അമളി പറ്റി, കുഞ്ഞു പ്രശ്നങ്ങൾ പറ്റി, പക്ഷേ ഞാൻ അടുത്ത എക്സാമിന് എന്ത് ചെയ്യും, പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജിൽ എന്ത് ചെയ്യുക, ഒരു സ്നേഹാത്മകമായിട്ട് നിങ്ങളുടെ പേരൻസിനോട് എന്ത് ചെയ്യുക, ഒരു ഉറപ്പ് കൊടുക്കുക. ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കും, എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഉറപ്പ് കൊടുക്കുക. അല്ലാണ്ട് എൻ്റെ പേരൻസ് ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ പേരൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ പേരൻസ് മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അതെന്താണ്, നമ്മൾ ജസ്റ്റ് അതിന് എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് മാത്രം കാണുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പാറ്റേൺ മൊത്തത്തിൽ മാറി, ക്വസ്റ്റ്യൻ പാറ്റേൺ ഭയങ്കരമായിട്ട് ചേഞ്ച് വന്ന് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ടഫായി. അപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞു, ഇത് സർക്കാർ നമ്മളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ്, തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെയൊന്നുമല്ല. ക്വസ്റ്റ്യൻ പാറ്റേൺ ഇടയ്ക്കിടയ്ക്ക് ഒരു അപ്ഡേഷൻ ഉണ്ടാകുന്നത് നല്ലതാണ്. അത് നമ്മളൊന്നും കൂടി എന്ത് ചെയ്യും, ഡെപ്തായിട്ട് പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിനെയും എന്ത് ചെയ്യാണ്, പോസിറ്റീവായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതും എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് മാത്രം കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഏതായാലും അടുത്ത എക്സാമിന് എന്ത് ചെയ്യണം, നിങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരണം. മാർക്ക് കുറഞ്ഞവർ, ഇനി മാർക്ക് കൂടിയവർ എന്ത് ചെയ്യുക, ഇതേ ഒരു ശക്തി എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. എനിവേ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിൻ്റെ ആ ഒരു ഓഫർ അതിപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മാക്സിമം എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തുക. സോ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം അറക്കൽ.